ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 2 ലക്ഷത്തോളം പേരാണ് 18-ാം പടി ചവിട്ടിയത്. ഇന്നലെ മാത്രം 97,286 പേർ ദർശനം നടത്തി. അവധി ദിനങ്ങൾ ആയതിനാൽ തിരക്ക് മുന്നിൽ കണ്ട് സന്നിധാനത്ത് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പമ്പയിലും നിലയ്ക്കലിലും ഘട്ടം ഘട്ടമായാണ് തീർത്ഥാടകരെ കടത്തിവിടുന്നത്. അവധിക്കാലമായതോടെ കുട്ടികളുടെ എണ്ണത്തിലും വർധനവുണ്ട്. ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര ചൊവ്വാഴ്ച സന്നിധാനത്തെത്തും. ബുധനാഴ്ചയാണ് മണ്ഡലപൂജ. ശബരിമല സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുകയാണ്. രാഹുൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായ തിരക്കാണ് ശബരിമലയിൽ കണ്ടത്. ഇന്ന് അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. ഇന്ന് തിരക്ക് ഏതു തരത്തിലാണ്? ഗോപിക, മണ്ഡലപൂജയ്ക്ക് ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ഭക്തജന പ്രവാഹം എങ്ങനെയാണോ അതുപോലെ തന്നെ ഇന്നും തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ 18-ാം പടിക്ക് സമീപമാണ് നിൽക്കുന്നത്. 18-ാം പടി കയറുന്ന ഭക്തരുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ട്. ഓരോ മണിക്കൂറിലും 4000-ലധികം ഭക്തർ 18-ാം പടി കയറിയ ശേഷം ദർശനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ 23,000-നടുത്ത ആളുകളാണ് 18-ാം പടി കയറി ദർശനം നടത്തിയതെന്നാണ് ഈ കണക്കുകളിൽ നിന്നും സൂചിപ്പിക്കുന്നത്. ഗോപിക സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ന് അവധി ദിവസമാണ്, നാളെയും അവധി ദിവസമാണ്. അതുകൊണ്ട് ഈ അവധി ദിനത്തിൻ്റെതായ ഒരു തിരക്ക് കൂടി ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ സന്നിധാനം മുതൽ ശബരി പീഠം വരെ തീർത്ഥാടകരുടെ നീണ്ട നിര ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ നിയന്ത്രണങ്ങളും തുടരുകയാണ്. പമ്പയിലും നിലയ്ക്കലിലും എരുമേലിയിലുമെല്ലാം ഈ നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. കൃത്യമായ നിയന്ത്രണങ്ങൾക്കൊടുവിൽ മാത്രമാണ് ആളുകളെ സന്നിധാനത്തേക്ക് ഉൾപ്പെടെ കടത്തിവിടുന്നത്. അതോടൊപ്പം ഈ അവധി ദിവസം കൂടിയാണ്, സ്കൂൾ കോളേജുകൾ കൂടി അടച്ചതോടുകൂടി ഈ കുട്ടികളുടെ എണ്ണത്തിലും കാര്യമായ വർധനവുണ്ട്. ഓരോ മണിക്കൂറിലും പടി ചവിട്ടുന്ന കുട്ടികളുടെ എണ്ണത്തിൽ അതായത് 40% കുട്ടികളും അതോടൊപ്പം തന്നെ മുതിർന്ന സ്ത്രീകളും ഓരോ മണിക്കൂറിലും ശബരിമലയിൽ എത്തുന്നുണ്ട് എന്നാണ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സുഖദർശനം ലഭിക്കാൻ വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങൾ, അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. അതും വിജയമാണെന്ന വിലയിരുത്തലിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം ഇന്നലെ ഈ അപ്പത്തിന്റെയും അരവണയുടെയും വിതരണത്തിൽ നേരിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്നു. ശർക്കര എത്താൻ വൈകിയതോടുകൂടി തന്നെ ഓരോ ആളുകൾക്കും 5 ടിൻ അരവണയും 5 പാക്കറ്റ് അപ്പവുമായിരുന്നു നൽകിയിരുന്നത്. ആ പ്രതിസന്ധി നിലവിൽ പരിഹരിച്ചു എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. നിലവിൽ 10 ടിൻ അരവണയും 10 പാക്കറ്റ് അപ്പവും ആളുകൾക്ക് നൽകുന്നുണ്ട്. എന്താണെങ്കിലും നിയന്ത്രണ വിധേയമായ കാര്യങ്ങൾ തുടരുകയാണ്. തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വലിയ തരത്തിലുള്ള തിരക്കാണ്. രാഹുൽ സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.